വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കും അദ്ദേഹത്തിന് വലിയ വിഷമങ്ങൾ, ആ വിഷമങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതുപോലൊരു കലാകാരൻ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള കലാകാരനെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ കലാകാരൻ പച്ചയായ മനുഷ്യനാണെന്നുള്ളത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് തൻ്റെ കൂടെ തൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരാൾ മരിച്ചപ്പോൾ ആ വേദിയിൽ വന്ന് എനിക്ക് പാടാൻ പറ്റില്ല. ഒരുപക്ഷെ വേടൻ പാടിയിരുന്നെങ്കിൽ ഇത്രയും നാളും വേടനോട് തോന്നിയിരുന്ന ഒരു ആരാധന അത് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് പോയേനെ. പക്ഷേ വേടൻ അവിടെ എടുത്ത നിലപാടാണ് വ്യക്തം, അല്ലെങ്കിൽ വേടൻ അവിടെ എടുത്ത നിലപാടാണ് ശരി. എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരാൾ മരിച്ച സ്റ്റേജിൽ എനിക്ക് പാടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ വരാൻ പറ്റില്ല. ഞാൻ അടുത്തൊരു സ്റ്റേജിൽ ഞാൻ നല്ല ഇതിലും സുരക്ഷയുള്ള സ്ഥലത്ത് ഞാൻ വരാം. ആ സ്റ്റേജ് ഇരിക്കുന്ന സ്ഥലം തന്നെ നമുക്ക് കണ്ടാൽ അറിയാം. ഇതിനൊക്കെ ആരാണ് അനുമതി കൊടുത്തത്? ആ സ്റ്റേജ് ഇരിക്കുന്നത് ഒരു ചെളി നിറഞ്ഞ പാടത്താണ്. ആ പാടം നിറയെ ചെളിയാണ്. ആ ചെളിയിൽ നിന്നുകൊണ്ടാണ് വേടൻ്റെ പരിപാടി കാണാൻ ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ആരാണ് അനുമതി കൊടുത്തതെന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാവും. അവിടെ പഞ്ചായത്തിലുള്ള അധികൃതർ തന്നെ ആയിരിക്കില്ല, അവരുടെ ഭാഗത്താണ് തെറ്റ്, അല്ലാതെ ഇവിടെ കാണാൻ വന്നതോ ചെളിവാരി എറിഞ്ഞ ആളുകളുടെ തെറ്റല്ല. ആ സംഘാടകരുടെയും അതേപോലെ അവിടുത്തെ അധികൃതർ ആരാണോ ഇതിന്